യേശുവിന് ഏറ്റവും പ്രിയമുള്ള എന്റെ സഹോദരി സഹോദരങ്ങളെ, നല്ല ദൈവം ഈ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിലായിരുന്നുകൊണ്ട് അവിടത്തേക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഒരുക്കിയ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പല പ്രാർത്ഥനകളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരുന്നത് നാം അനുഭവിച്ചറിയാറുമുണ്ട്. എന്നാൽ നമ്മെ നിരന്തരം വേദനിപ്പിക്കുന്ന ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അതേ അവസ്ഥയിലൂടെ തുടർന്നു കഴിയുമ്പം നാം ചിന്തിക്കാറുണ്ട്, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. പലപ്പോഴും ആ വേദനകളുടെ മുൻപിൽ നാം തളർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവിതത്തിലെ സഹനങ്ങളുടെ മുൻപിൽ, വേദനകളുടെ മുൻപിൽ നാം തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത്? സങ്കീർത്തനത്തിന്റെ പുസ്തകം 77 അധ്യായം 10 തിരുവചനം, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖ കാരണം. തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ശക്തി, അവിടുത്തെ തേജസ് നമ്മുടെ ജീവിതത്തിൽ നിറയാത്തതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. ഹല്ലേലൂയ. ഏതെല്ലാം വ്യക്തികളിൽ, ഏതെല്ലാം കുടുംബങ്ങളിൽ, ഏതെല്ലാം കൂട്ടായ്മയിൽ കർത്താവിന്റെ ശക്തിയുടെ സാന്നിധ്യം കുറയുന്നുണ്ടോ, അവിടെയെല്ലാം വലിയ അസ്വസ്ഥതകളും അപസ്വരങ്ങളും ഉണ്ടാകാൻ ഇടയായിത്തീരുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടത്? നാം ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നാം ഓരോരുത്തരും കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി തന്നെ ചില സഹനങ്ങൾ നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 2 അധ്യായം 5 തിരുവചനം, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ എന്റെ നല്ല ദൈവം എന്നെ വഴി നടത്തിയപ്പോൾ എന്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യമായി മാറുവാൻ എന്റെ നല്ല ദൈവം എന്നെ അനുവദിച്ചത്. ഹല്ലേലൂയ. ഞാനൊരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പച്ചനും അമ്മച്ചിയും 3 സഹോദരിമാരുമുള്ള എന്റെ കൊച്ചു കുടുംബത്തിൽ ചെറിയ പ്രായത്തിലെ അമ്മ മരിച്ചുപോയി. തുടർന്ന് അപ്പച്ചൻ 2ാമത് വിവാഹം കഴിച്ചു. ആ നാളുകൾ മുതൽക്കേ തന്നെ നിരന്തരമായ സഹനങ്ങളിലൂടെ എന്റെ ജീവിതം കടന്നു പോകുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മമ്മയായിരുന്നു. അമ്മമ്മ എന്ന് പറയുമ്പോ എന്റെ മരിച്ചുപോയ അമ്മച്ചിയുടെ അമ്മ. എന്റെ അമ്മമ്മ ഞങ്ങളെ 3 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് എല്ലാ ദിവസവും അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് അണയുന്ന നിമിഷങ്ങളിൽ ആ വെളുത്ത തിരുവോസ്തിക്കകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മമ്മ ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയും, മക്കളെ, ആ തിരുവോസ്തിക്കകത്ത് ഈശോ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഈശോ കാണുന്നുണ്ട്, അവിടെ അതെല്ലാം സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ കുഞ്ഞു മനസ്സിൽ അമ്മമ്മ പറഞ്ഞത് നന്നായിട്ട് പതിഞ്ഞു. അന്നു മുതൽ എന്റെ കൊച്ചു കൊച്ചു വേദനകളും സങ്കടങ്ങളും എല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പങ്കുവച്ചു വളരുന്ന അനുഭവത്തിലൂടെ ഞാൻ അങ്ങനെ കടന്നു പോവുകയോ. എങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശൂന്യത എന്റെ മനസ്സിന്റെ കോണിൽ എവിടെ ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ സാധിച്ചത് ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അന്നേ ദിവസം എന്റെ അപ്പച്ചന്റെ കയ്യിൽ നിന്നും ചെയ്യാത്ത തെറ്റിന് എനിക്ക് ഒരുപാട് ശിക്ഷ ലഭിച്ചു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ വേദന എന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മുറിപ്പെടുത്തിയപ്പോൾ വീടിന്റെ ഒരു മൂലയിലിരുന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സങ്കടമൊന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാകണം എന്റെ അമ്മമ്മ എനിക്കൊരു ചെറിയ പുസ്തകം സമ്മാനമായി നൽകി. എനിക്ക് ലഭിച്ച പുസ്തകം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രമാണ് എന്നുള്ളത്. ആ പുസ്തകം അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഒരു ഭാഗം എന്റെ മനസ്സിനെ സ്പർശിച്ചു. അതിപ്രകാരമായിരുന്നു, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപാകെ ചെന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. പരിശുദ്ധ അമ്മേ, ഈ ഭൂമിയിലുള്ള എന്റെ അമ്മ മരിച്ചുപോയി, ഇപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയെ എന്റെ സ്വന്തം അമ്മയെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുവാൻ തുടങ്ങി, എന്തുകൊണ്ട് ഇപ്രകാരം എനിക്കും പ്രാർത്ഥിച്ചുകൂടാ, എനിക്കും അമ്മയില്ലല്ലോ. പിറ്റേ ദിവസം ഞാൻ പഠിക്കുന്ന കോൺവെന്റിലെ ചാപ്പലിലുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപാകെ മുട്ടുകുത്തി ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മേ, കൊച്ചുത്രേസ്യമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ഞാനും പ്രാർത്ഥിക്കുന്നു, എനിക്കും അമ്മയില്ല കേട്ടോ. ഇപ്പോൾ മുതൽ എന്റെ പെറ്റമ്മയ്ക്ക് പകരമായി പരിശുദ്ധ അമ്മയെ എന്റെ ജീവിതത്തിലും ഞാൻ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, അന്നു മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തിയാലും ഞാൻ മുടക്കം കൂടാതെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്റെ പരിശുദ്ധ അമ്മയോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠാ ജപമാണ്.
അത് തന്നെയാണ് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും സഹനത്തിന്റെ മേഖലകളിൽ കൈപിടിച്ചു നയിച്ചതും. ഹല്ലേലൂയ. ഞാൻ വളർന്നു വലുതായി വീട്ടിലെ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം എനിക്ക് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ പഠിക്കാനേ സാധിച്ചുള്ളൂ. നന്നായി പഠിക്കുമായിരുന്ന എനിക്ക് എന്റെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നഴ്സിംഗ് കോഴ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു. ആ കോഴ്സ് തീരാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വിവാഹവും അവിടെ വെച്ച് ഉറപ്പിക്കപ്പെട്ടു. എന്റെ അനുവാദവും ആഗ്രഹവും കൂടാതെ എന്റെ വിവാഹം ഉറപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നേരെ ചെന്ന് നിന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. വിവാഹദിനത്തിന്റെ അന്ന് വരെ വിശുദ്ധ കുർബാന എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ദിവ്യകാരുണ്യനാഥന്റെ അരികിലായിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈശോയെ, അവിടുന്ന് അറിയാതെയല്ല ഈ വിവാഹ ജീവിതം എനിക്ക് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവാഹം നടന്നുകൊള്ളട്ടെ. പക്ഷെ എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുവരെ സ്നേഹം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എന്റെ അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ. അപ്പച്ചൻ അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്നത് കൊണ്ട് മദ്യപിക്കുന്ന വ്യക്തികളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു പ്രാർത്ഥന കൂടെ അതോടൊപ്പം ഞാൻ ചേർത്ത് വെച്ചു. ഈശോയെ, മദ്യപാനവും പുകവലിയും ദുശീലങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഭർത്താവിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. വിവാഹദിനം വന്നെത്തി. വിവാഹദിനത്തിന്റെ അന്ന് എന്റെ അപ്പച്ചൻ എന്റെ കാതുകളിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി മുതൽ അതായിരിക്കും കേട്ടോ നിന്റെ വീട്. അവിടെ ഉണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും എല്ലാം ക്ഷമിച്ചും സഹിച്ചും നീ അവിടെ അങ്ങോട്ട് ജീവിച്ചേക്കണം. ഒരു പരാതിയും പറഞ്ഞ് നീ എങ്ങും ഓടി നടന്നേക്കരുത്. അപ്പച്ചൻ പറഞ്ഞത് മനസ്സിൽ സ്വീകരിച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 2-3 ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 4-ാം ദിവസം എന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അതിരാവിലെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഒരു മദ്യക്കുപ്പിയും ഗ്ലാസുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിരാവിലെ 2 പെഗ് വെള്ളം ചേർക്കാതെ കഴിച്ചില്ല എങ്കിൽ എന്റെ കൈയും കാലം വിറയ്ക്കും. ഇപ്പോൾ മുതൽ നിന്റെ ജോലിയാണ് എനിക്കുള്ള മദ്യം ഒഴിച്ചു തരിക എന്നുള്ളത്. എനിക്കിഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ ആ നിമിഷങ്ങളിൽ അദ്ദേഹം എന്നെ നിർബന്ധിച്ചപ്പോൾ പ്രിയമുള്ളവരെ, പതുക്കെ കരച്ചിലോടുകൂടെ ഞാൻ എന്റെ എതിർപ്പ് അവിടെ വെച്ച് പ്രകടിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ നിമിഷങ്ങളിൽ എന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചില പാടുപീടകൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. വേറെ നിവൃത്തിയില്ലാതെ എന്റെ ജീവിത പങ്കാളിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റേതായി തീർന്നപ്പോൾ ചുരുങ്ങി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവ് എനിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഒരു സാധാരണ മദ്യപാനിയെ മാത്രമല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും സകലവിധ ദുശീലങ്ങൾക്കും അടിമപ്പെട്ട ആലുവായിൽ അത്യാവശ്യം തരക്കേടില്ലാതെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും സ്നേഹിച്ചോ ഉപദേശിച്ചോ ഈ വ്യക്തിയുടെ സ്നേഹം സ്വന്തമാക്കിയെടുക്കാം. ഇനി ഞാൻ ചെന്ന ഭവനമാണെങ്കിലോ 23 പേരുള്ള ഒരു വലിയ കൂട്ടുകുടുംബത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ ആദ്യ നാളുകൾ കഴിഞ്ഞപ്പോൾ മുതൽക്ക് സാധാരണ വീട്ടിലുണ്ടാകുന്നതിനേക്കാൾ കൂടുതലായ കഠിനമായ ജോലികളിലൂടെ, കുറ്റപ്പെടുത്തലിലൂടെ, നിന്ദനത്തിലൂടെ, മുറിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, വിശന്നാലോ ദാഹിച്ചാലോ ഒരു നേരത്തെ ഭക്ഷണം എടുത്തു കഴിക്കുവാനോ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കഴിക്കാനുള്ള അനുവാദം പോലും ആ ഭവനത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ വീട്ടിലെ മരുമകളല്ല, ജോലിക്കാരത്തിയായിട്ട് മാറുകയാണ് എന്നുള്ള തെറ്റായ ചിന്തകൾ എന്നെ അലട്ടുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള വെറുപ്പ് എന്റെ മനസ്സിലങ്ങ് രൂപപ്പെടുവാൻ തുടങ്ങി. എന്റെ മനസ്സിലുള്ള വെറുപ്പ് എന്നെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നയിച്ചു. അതിൽ വിട്ടുമാറാതെ നിലനിന്നിരുന്ന രോഗമായിരുന്നു മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗം. അടിക്കടിയുള്ള പനിയും വിറവലും യൂറിനറി ഇൻഫെക്ഷനും മൂലം ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. ഇത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അകറ്റി. വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോഴാരൊക്കെ എന്നോട് പറഞ്ഞു, ഡിവൈനിൽ പോയി ധ്യാനിച്ചാൽ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മക്കളുണ്ടാകും, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിത പങ്കാളിക്ക് മാറ്റം വരും, എങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഞാൻ ഇങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ ഇരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പം 3 ദിവസമായിട്ടും എനിക്ക് ഒരനുഭവമില്ല. ഓരോ വചനം കേൾക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും ഞാൻ ഇങ്ങനെ സ്ത്രീകളുടെ സൈഡിലിരുന്ന് പുരുഷന്മാരുടെ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും വചനം കേട്ട് എന്റെ ജീവിത പങ്കാളിക്ക് മാറ്റം വരുന്നുണ്ടോ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു വചനഭാഗവും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. എന്നാൽ 4-ാം ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കനാമ്പറമ്പിലച്ചൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മക്കളെ, ഇന്ന് അഭിഷേക പ്രാർത്ഥനയുടെ ദിവസമാണ്. കർത്താവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ അവിടെ ഇരുന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇപ്പോഴുള്ള എന്റെ ആവശ്യം ഒരു കുഞ്ഞില്ലാത്തതാ, ഒരു കുഞ്ഞിനെ നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ അടുത്ത കാര്യം ആവശ്യപ്പെടുകയാ.
ഈ ഗ്രൂപ്പിൽ മദ്യപാനികളുടെ ഭാര്യമാരുണ്ടെങ്കിൽ ലോകം മുഴുവനുമുള്ള എല്ലാ മദ്യപാനികൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ മുതൽ ഞാൻ ലോകം മുഴുവനുമുള്ള എല്ലാ മദ്യപാനികളെയും ഓർത്ത് എന്റെ ജീവിത പങ്കാളിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ധ്യാനം കൂടിക്കഴിഞ്ഞ് കടന്നു വന്ന് ആ മാസം തന്നെ ഞാൻ ഗർഭം ധരിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു മകളെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സഹനത്തിന് കൂട്ടായി ഒരു കുഞ്ഞിനെ കൂടി ലഭിച്ചു എന്നുള്ളതല്ലാതെ എന്റെ ജീവിത പങ്കാളിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ അങ്ങ് തുടരുമ്പം എനിക്ക് തോന്നുവാൻ തുടങ്ങി, ഈ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് മാറി താമസിക്കാം. അങ്ങനെ എന്റെ ജീവിത പങ്കാളിയെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ട് ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. പക്ഷേ എന്നെ ഏറെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒന്നിച്ച് മദ്യപിക്കാനും പലവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എന്റെ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ ജീവിത പങ്കാളിയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും മദ്യപാനത്തെക്കാൾ ഉപരി എന്നെ വേദനിപ്പിച്ചിരുന്നത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് അദ്ദേഹത്തെ ഒരുപാട് കുടിപ്പിച്ചതിന് ശേഷം വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടത്തിയുറയ്ക്കുന്നതിന് ശേഷം വളരെയധികം മോശമായ സമീപനങ്ങളോടുകൂടെ അവർ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഓരോ രാത്രിയിലും ഓരോ ദിവസത്തിലും എന്റെ ശരീരത്തിന്റെ പരിശുദ്ധിയെ കാത്തു പരിപാലിച്ചിരുന്നത് എന്റെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 34-ാം അധ്യായം 7-ാം തിരുവചനം, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. മാലാഖമാരുടെ രാജ്ഞിയായി പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധി, കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധി, ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ പരിശുദ്ധ മാതാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എല്ലാ ദിവസവും നന്നായി മദ്യപിച്ച് കടന്നു വരുന്ന എന്റെ ജീവിത പങ്കാളി എന്നോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ലാത്ത നിന്നെ പോലെ ഒരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. എവിടെയെങ്കിലും പോയി ചത്തു തുലഞ്ഞാല് ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ച് എനിക്ക് ഒരു സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിക്കാമായിരുന്നു. ഇത് മദ്യപിച്ചിട്ടല്ലേ പറയുന്നെന്ന് കരുതി ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ അന്ന് നന്നായിട്ട് മദ്യപിച്ച് കടന്നു വന്ന അദ്ദേഹം എന്നെങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ ഇപ്രകാരം പറയുവാൻ തുടങ്ങി, എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് ഇന്നിങ്ങനെ ജീവിക്കുന്നേ, എവിടെയെങ്കിലും പോയി ചത്തുകൂടെ എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ തള്ളുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പെട്ടത് അടുക്കളയിലിരുന്ന കത്തിയ. ആ കത്തി എടുത്തിട്ട് എന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാനായി ഓടി വരുന്ന എന്റെ ജീവിത പങ്കാളിയെ കണ്ടപ്പോൾ അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി പുറത്തോട്ട് വന്നു. എന്റെ യേശുവെന്ന് ഞാൻ ഉറക്കെ വിളിച്ചുപോയി. യേശുവിന്റെ നാമം ഞാൻ ഉറക്കെ നിലവിളിച്ച നിമിഷത്തിൽ കത്തിയുമായി ഓടി വന്ന എന്റെ ജീവിത പങ്കാളി ആരോ പിടിച്ചു നിർത്തിയാലെന്നതുപോലെ അവിടെ നിന്നു. തുടർന്ന് കത്തി വലിച്ചെറിഞ്ഞ് ബെഡ്റൂമിലേക്ക് കടന്നുപോയി ഒരുപാട് ഛർദിച്ച് ആ ഛർദിക്കുള്ളിൽ തന്നെ കിടന്നുറങ്ങാൻ ആരംഭിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം, ആകയാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. എന്നെ അന്ന് ആ കത്തിമുനയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് യേശു നാമത്തിന്റെ ശക്തി ഒന്ന് മാത്രമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ശക്തിയെ തിരിച്ചറിയുവാൻ ഞാൻ ഏറെ വൈകി. ആ രാത്രി എവിടെ ആയിരിക്കുമ്പം എനിക്ക് തോന്നുവാൻ തുടങ്ങി, എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ, എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ച് ഒരു വലിയ കയറെടുത്ത് ഫാനിലേക്ക് ഒരു കുടുക്കിട്ട് മറ്റേ കുടുക്ക് എന്റെ കഴുത്തിലേക്ക് എടുത്തിട്ട് നിന്ന് സ്റ്റൂളിൽ നിന്ന് ചാടുവാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും എന്റെ സങ്കടങ്ങൾ ഏറ്റുപറയുന്ന യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഫോട്ടോയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഫോട്ടോയും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ആ ഫോട്ടോകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ തുടങ്ങി, ഈശോയെ നീ ഇത് കാണുന്നില്ലേ, ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല ഈശോയെ, ആർക്കും എന്നെ വേണ്ട, ഇതാ എന്റെ ജീവിതം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റൂളിൽ നിന്ന് ചാടുവാൻ വേണ്ടി കാലുകൾ ഉയർത്തിയ നിമിഷങ്ങളിൽ പെട്ടെന്ന് എന്റെ കാൽപാദത്തിൽ ഒരു തണുത്ത സ്പർശനം ഞാൻ അനുഭവിച്ചറിയുക. ഞെട്ടിത്തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ 1.25 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മോള് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ ഒരു കാൽപാദങ്ങളിലും പിടിച്ച് കണ്ണുനീരോടുകൂടെ എന്റെ കുഞ്ഞെന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മേ വേണ്ട അമ്മേ. എന്റെ കുഞ്ഞിന്റെ അധരങ്ങൾ വഴി സംസാരിച്ചുകൊണ്ട് എന്റെ കർത്താവ് എന്റെ ആത്മാവിനെ വീണ്ടെടുക്കുകയായിരുന്നു. ഇവൾ എന്നെ തൊട്ട് കഴിഞ്ഞപ്പോഴാ എനിക്ക് പരിസരബോധം ഉണ്ടാകുന്നേ, ഞാൻ എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നതെന്ന്. ഉടനെ തന്നെ എന്റെ കഴുത്തിൽ നിന്ന് കുടുക്ക് വലിച്ചെറിഞ്ഞ് സ്റ്റൂളിൽ നിന്ന് ചാടിയിറങ്ങി എന്റെ കുഞ്ഞിനെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് ഒരു വലിയ സ്വരം എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കേട്ടു, നീ മരിച്ചാൽ നിന്റെ ഭർത്താവിന് ഒരു ഭാര്യയെ കിട്ടിയേക്കും, പക്ഷെ നിന്റെ കുഞ്ഞിന് ഒരമ്മയെ കിട്ടുകയില്ലല്ലോ. അമ്മയില്ലാതെ ജീവിച്ച എന്റെ നൊമ്പരം നന്നായിട്ട് മനസ്സിലാക്കിയവളല്ലേ നീ. ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ഒരു കർത്താവ് ഉള്ളപ്പോൾ ഞാൻ എന്തിന് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്,
ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അത്രേ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറെ സഹനം സ്വീകരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ നാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങൾ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ആ രാത്രി അങ്ങനെ കടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ വീടിന്റെ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ തിരിച്ചു തറവാട്ടിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വന്നു. അവിടെ എന്നെ കാത്തിരുന്നത് അതിശക്തമായ സഹനങ്ങളായിരുന്നു. ശാരീരികമായും മാനസികമായും ഞാൻ ഏറെ മുറിവേൽപ്പിക്കപ്പെട്ടു. പട്ടിണി കിടന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണമില്ലാഞ്ഞിട്ടില്ല, അതെടുത്തു കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ ഭവനത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ വിശന്ന വയറോടുകൂടി ആയിരുന്നുകൊണ്ട് എന്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് മദ്യപിച്ച് ബോധരഹിതനായി കിടന്നുറങ്ങുന്ന എന്റെ ജീവിത പങ്കാളിയുടെ കരങ്ങൾ എന്റെ ഈ കരങ്ങൾക്കുള്ളിൽ എടുത്തു വെച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി എന്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പല ദിവസങ്ങളിലും ശരീരവും മനസ്സും മുറിയുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നിയിട്ടുണ്ട്. ആ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ സങ്കടങ്ങൾ ഓരോന്നും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാനൊരു കരിസ്മാറ്റിക്കാരത്തിയൊന്നും ആയിരുന്നില്ല. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയായി എനിക്ക് മുൻപോട്ട് പോകുവാനുള്ള ശക്തി നൽകിയത് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയാണ്. കാരണം പരിശുദ്ധി അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവളുമാണ്. കരമുയർത്തി എന്ന് പറയാവൂ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ അങ്ങ് എന്റെ ദാമ്പത്യ ജീവിതം 7-ാമത്തെ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു 3 ദിവസത്തെ സായാഹ്ന ധ്യാനം നടക്കുകയാണ്. അന്നേ ദിവസം എന്റെ ജീവിത പങ്കാളിയെ കാണാതെ ഒളിച്ചും പാത്തും ഞാൻ ആ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ധ്യാന പ്രസംഗത്തിന് മുൻപുള്ള വിശുദ്ധ കുർബാന അവിടെ ആരംഭിച്ചിരുന്നു. ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ കാഴ്ചവെപ്പിന്റെ സമയമായിരുന്നു. പള്ളിയിൽ നല്ല തിരക്കായിരുന്നത് കൊണ്ട് ഏറ്റവും ബാക്കില് മുട്ടുകുത്തി കുരിച്ചു വരച്ചുകൊണ്ടിരിക്കുമ്പം ബഹുമാനപ്പെട്ട വൈദികൻ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും കരങ്ങളിൽ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മക്കളെ, ഇതാ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും. ഈ തിരുശരീര രക്തങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്: ഈശോയെ, ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനമാണ്. മദ്യപാനിയ എന്റെ ഭർത്താവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുകള് ഞാൻ അറിയാതെ ഒന്ന് അടഞ്ഞുപോയി. ആ സമയത്ത് തന്നെ എന്റെ വലത്ത് തോളിൽ ശക്തമായിട്ട് ആരോ സ്പർശിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്നെ തൊട്ടിരിക്കുന്നത് ആരാണെന്ന് കണ്ണു തുറന്ന് എനിക്ക് നോക്കണമെന്നുണ്ട്. കണ്ണു തുറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നെ തൊട്ടിരിക്കുന്ന ശക്തിയെ താങ്ങാൻ സാധിക്കാതെ ഞാൻ അവിടെ നിന്ന് കിലുകില വിറയ്ക്കാൻ തുടങ്ങി. അതിശക്തമായ ചൂട് ശിരസ് മുതൽ കാൽപാദം വരെ പൊതിയുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത സ്നേഹം നിറഞ്ഞൊരു സ്വരം എന്റെ കാതുകളിൽ പതിച്ചു: കുഞ്ഞെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, കുഞ്ഞെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് 3 പ്രാവശ്യം ആ സ്വരം എന്നോട് പറഞ്ഞപ്പോൾ സ്വരത്തിന്റെ ഉടമയെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന പൊന്നു തമ്പുരാൻ അൾത്താര വിട്ടുകൊണ്ട് എന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് യേശു കരം നീട്ടി എന്നെ സ്പർശിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് മുമ്പിൽ ഒരുപാട് നീതി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സഹിക്കുമായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ക്ഷമിക്കുമായിരുന്നില്ല. എനിക്ക് ക്ഷമിക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് ഈശോ എന്നെ അനുഗ്രഹിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കാനിടയായി. പ്രിയമുള്ളവരെ, ആ ധ്യാനം 3 ദിവസത്തെ കഴിഞ്ഞു. തിരികെ ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തി എന്റെ കൂടെ നടക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സഹനം സ്വീകരിക്കാനുള്ള കരുത്ത് നൽകി എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. ധ്യാനം കൂടിക്കഴിഞ്ഞ് കടന്നു വന്ന തുടർന്നുള്ള 3 ആഴ്ചക്കാലം അതിശക്തമായ സഹനങ്ങൾ കടന്നു വന്നുവെങ്കിലും ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഈശോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആ 3-ാമത്തെ ആഴ്ചയുടെ അവസാന മണിക്കൂറുകളിൽ എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ്. അദ്ദേഹം നന്നായി മദ്യപിച്ച് കടന്നു വന്ന് എന്റെ കുഞ്ഞിനെ കട്ടിൽ നിന്ന് വാരിയെടുത്ത് വലിച്ചെറിയാനായിട്ട് ഇടയായി. എന്റെ മോൾക്ക് മാരകമായ പരിക്ക് പറ്റാനുമായിട്ട് ഇടയായി. അന്ന് രാത്രി ഞാൻ ചിന്തിച്ചു, കർത്താവ്, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന്റെ ജീവനെ കരുതിയെങ്കിലും തൽക്കാലം മാറി നിൽക്കണം. പിറ്റേ ദിവസം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി തീരുമാനിച്ചുറച്ച് ഞാൻ ആ രാത്രി അവിടെ കിടന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ അദ്ദേഹം കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി. തിരികെ കൊണ്ടുവരുന്ന വഴിക്ക് അങ്ങ് രക്ഷപ്പെടാം, ഇതായിരുന്നു എന്റെ ചിന്ത. പക്ഷേ പതിവിന് വിപരീതമായിട്ട് അദ്ദേഹം 2:30 മണിയായപ്പം കയറി വന്നു. കുഞ്ഞിനെടുക്കാനായിട്ട് അദ്ദേഹമാണ് കടന്നുപോയത്. ഏറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിനെടുക്കാനായി കടന്നുപോയി അദ്ദേഹം മടങ്ങി വന്നില്ല. ഏകദേശം 8:30 മണിയായപ്പം ആരുടെയോ ബൈക്കിൽ അദ്ദേഹം വന്നു നിന്നു. ആള് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഞാൻ ആ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്നു. വണ്ടി നേരെ ചെന്ന് നിന്നത് എന്റെ മോള് പഠിക്കുന്ന സ്കൂളിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലാ.
അതിന് നേരെ ഓപ്പോസിറ്റ് ഗേറ്റുള്ള വീട്ടിലാണ് ഞങ്ങളുടെ അമ്മായിയുടെ മകനും ഭാര്യയും താമസിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് അവരുടെ കുഞ്ഞിന്റെ കൂടെ എന്റെ കുഞ്ഞ് കളിക്കുന്നത് കണ്ടു. എനിക്ക് സമാധാനമായി, മോൾ ഇവിടെയുണ്ട്. പിന്നെ എന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആകുല ചിന്തയുമായി ഞാൻ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മായിയുടെ മകനെയും ഭാര്യയും കൂടാതെ മറ്റൊരു സഹോദരൻ ജപമാലയും കരങ്ങളിൽ ഏന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 6 മാസക്കാലമായി ബോംബെയിൽ താബോർ ധ്യാന കേന്ദ്രത്തിലുള്ള എനിക്ക് കർത്താവ് സന്ദേശം നൽകുന്നു ഒരു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നാൽ കഴിഞ്ഞ ആഴ്ചയുടെ അവസാന മണിക്കൂറുകളില് ഈശോ പറയുന്നത് ആലുവായ്ക്ക് പോവുക, ബേബിയെ കാണുക എന്ന്. ഇവിടെ എന്റെ സുഹൃത്തായി വ്യക്തിയുടെ വീട്ടിൽ കടന്നു വന്ന ഞാൻ അവിചാരിതമായി ഈ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ഭർത്താവിനെ കണ്ടുമുട്ടി. അവനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഈശോ എന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ളത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൗൺസിലിംഗിന്റെ നിമിഷങ്ങളിൽ ഈശോ അവനെ സ്പർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്റെ നല്ല ദൈവം അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് എപ്പോൾ മുതൽ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ എന്റെ ദൈവം എന്നെ ഓർക്കുവാനിടയായി തീർന്നു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ ഒരുപാട് സഹിച്ചതല്ലേ, ഒരുപാട് ക്ഷമിച്ചതല്ലേ, ഒരിക്കൽ കൂടെ നിന്റെ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചുകൂടെ? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നീ നിന്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും പരിപൂർണമായും ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ജീവിത പങ്കാളിയോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും പൂർണ്ണമായും ക്ഷമിക്കുവാനുള്ള കൃപ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്രകാരം ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ മറ്റൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ സംഭവിക്കുക. 7 വർഷക്കാലമായി എന്നെ പീഡിപ്പിച്ചിരുന്ന മൂത്രാശയ സംബന്ധമായ രോഗം, ആ സമയത്ത് എന്റെ രോഗം വളരെയധികം കൂടുതലായിരുന്നു. വിട്ടുമാറാത്ത പനി എനിക്കുണ്ടായിരുന്നു. ശരീരം മുഴുവൻ നീര് വെച്ചിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിന് പകരം പുറത്തോട്ട് വന്നുകൊണ്ടിരുന്ന ബ്ലഡ്. എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു, ഉറപ്പായിട്ടും നിന്റെ കിഡ്നിയിൽ ക്യാൻസർ ആണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ അടുത്ത ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഒരു സ്കാനിങ്ങിന് പോലും പണമില്ലാതെ സർവ്വ മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ദൈവദൂതനെ പോലെ ഈ സഹോദരൻ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരിക. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപാവരം എന്റെ നല്ല ദൈവം എനിക്ക് നൽകിയപ്പോൾ ഡോക്ടേഴ്സ് ക്യാൻസർ ആയിരിക്കുമെന്ന് വിധി എഴുതിയ രോഗം ആ സെക്കൻഡിൽ എന്നെ വിട്ടുമാറി. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആ രാത്രി അങ്ങ് കടന്നുപോയി. വളരെ സ്വസ്ഥവും ശാന്തവുമായി എന്റെ ജീവിത പങ്കാളിയും ഒന്നിച്ച് ആ രാത്രി ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ കാണുന്നില്ല. കാരണം തലേദിവസം പ്രാർത്ഥിച്ചത് നല്ല മദ്യപിച്ചിരുന്നതിന്റെ പുറത്തായിരുന്നത് കൊണ്ട് പതിവ് പോലെ പ്രാർത്ഥിച്ചത് മറന്നുപോയ അദ്ദേഹം പതിവ് പോലെ മദ്യപിക്കാൻ വേണ്ടി ബാറിലേക്ക് കടന്നു ചെന്നു. എന്നാൽ മദ്യത്തിന്റെ മണമടിച്ചു മാത്രയിൽ ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റാതെ ഛർദ്ദിക്കാനുള്ള വലിയൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി. ഒരു തുള്ളി പോലും കഴിക്കാതെ നേരെ അദ്ദേഹം കടന്നു വന്നത് വീട്ടിലേക്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കേ, രാവിലെ മുതൽ മദ്യപിക്കുന്ന എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല, പുകവലിക്കാൻ പറ്റുന്നില്ല, കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഏറെ നേരം എന്നോടൊപ്പം സംസാരിച്ചു കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തുപോയി ഏറെ നേരം കഴിഞ്ഞ് മടങ്ങി വന്ന എന്റെ ജീവിത പങ്കാളിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയേറെ തേജസ് ഉണ്ടായിരുന്ന മുഖത്തിന്. ഞാൻ ചോദിച്ചു, ബേബിച്ചേട്ടാ എന്താ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് കുമ്പസരിച്ചു. കെട്ടുകുമ്പസാരം കഴിഞ്ഞ് 7 വർഷമായിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം കുമ്പസരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം പാപബോധവും പശ്ചാത്താപവും ഉള്ളവനായി മാറി. എന്റെ ജീവിത പങ്കാളി എന്നോട് പങ്കുവച്ചത് എങ്ങനെയാ? എനിക്ക് എന്റെ പാപങ്ങളൊന്ന് ഏറ്റുപറയണമെന്ന് തോന്നി. ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ബഹുമാനപ്പെട്ട വൈദികൻ കുമ്പസാരക്കൂടിനുള്ളിൽ വന്നിരുന്നു. ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ വേണ്ടി മുഖമുയർത്തി നോക്കിയപ്പോൾ കുമ്പസാരക്കൂടിനുള്ളിൽ കണ്ടത് അച്ഛനെയല്ല, മുൾമുടി അണിഞ്ഞ് ചോരയൊലിപ്പിച്ച് എന്റെ പാപങ്ങൾ കേൾക്കുവാൻ ചെവി ചായ്ച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഞാൻ കണ്ടു. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്തു നിന്ന് ലഭിച്ച പ്രകാശമാണ് എന്റെ ജീവിത പങ്കാളിയുടെ മുഖത്ത് എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഇന്ന് ആ പ്രകാശത്തിന്റെ പാതയിൽ എന്റെ ജീവിത പങ്കാളിയും ഞാനും സഞ്ചരിക്കുമ്പോൾ 7 വർഷക്കാലത്തെ സഹനങ്ങൾ, കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകൾ എന്റെ ദൈവം എനിക്ക് മടക്കി തന്നത് നിസ്സാരം ഒരു അനുഗ്രഹമായിരുന്നില്ല. 21 വർഷം പഴക്കമുള്ള മദ്യപാനത്തിൽ നിന്നും സകല വിധത്തിലുള്ള ദുശീലത്തിൽ നിന്നും വിടുതൽ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് എന്നേക്കാൾ വലിയൊരു വചന പ്രഘോഷകനാക്കി മാറ്റിക്കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധമായ അൾത്താരകളിൽ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം ആയിരുന്നു കൊണ്ട് കഴിഞ്ഞ 15 വർഷമായി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു.
ഒന്ന് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 16:36. കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നഷ്ടങ്ങളും വേദനകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതായിരിക്കാം ഒരുപക്ഷെ നമ്മെ ഈശോയിൽ നിന്നും അകറ്റി കളഞ്ഞിട്ടുള്ളത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ നിന്റെ സമാധാനം, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതം ഇരട്ടിയായി അനുഗ്രഹിക്കുവാനായി യേശുക്രിസ്തു കടന്നു വന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ദാമ്പത്യ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, വേദനകളെയും ദുഃഖങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ തിരുസന്നിധിയിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ രക്ഷാകര നാമത്തെ വിളിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി സമൂഹത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.